ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ 9 മുതൽ 19 വരെയുള്ള ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള വചനഭാഗമാണ്. യേശു തന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവരിലൂടെ വചനം ശ്രവിക്കുന്നവർക്ക് വേണ്ടി ആ വലിയ വൃന്ദം ശിഷ്യരും വചനം പങ്കുവച്ച് വചനവിശ്വാസികളായി മാറുന്ന ഏവർക്കും വേണ്ടി യുഗാന്ത്യം വരെയുള്ള സകലരെയും ചേർത്ത് ഈശോ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയ്ക്ക് ഉറപ്പുള്ള ബലമുള്ള പിതാവേ, അങ്ങ് എന്നെ സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിയുന്നു. അങ്ങ് എന്നെ ആ ലോകത്തിലേക്ക് അയച്ചതാണ്, അതുപോലെ ഞാനും അങ്ങ് എനിക്ക് തന്നവരില് ഒരുവൻ പോലും നശിച്ചു പോകാതെ അവരെല്ലാവരും അനുഗ്രഹീതരാകണമെന്ന്, അഭിഷേകമുള്ളവരാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരിലൂടെ സുവിശേഷം ഏവർക്കും അഭിഷേകമുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുനാളില് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന പപ്പായുടെ മമ്മിയുടെ കാലയില് ഒരു മുള്ളു പോലും കൊള്ളല്ലേ, പപ്പായ്ക്കും അമ്മയ്ക്കും വാവ് വരുത്തരുത് എന്നൊക്കെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ശൈലിയിലാണ് ഈശ്വരനാഥൻ പ്രാർത്ഥിക്കുന്നത്. തനിക്ക് ചുറ്റുമുള്ളവരെല്ലാം അവരുടെ സംരംഭങ്ങളും അവരെ ഏറ്റെടുക്കുന്ന ഈ വലിയ പ്രത്യാശയുടെ പ്രാർത്ഥന ഈശോ നമുക്ക് വേണ്ടിയിട്ട് ഈശോ മുൻകൂട്ടി പ്രാർത്ഥിച്ചു എന്നതിൽ ഗർവ് കൊള്ളുന്നതിനപ്പുറത്ത് നമുക്കും ഇതുപോലൊരു റോളുണ്ട് എന്നൊരു തിരിച്ചറിവ്. നമ്മളൊക്കെ ഓരോ പ്രസ്ഥാനങ്ങളുടെ ഭാഗം. കുടുംബം ഒരു പ്രസ്ഥാനമാണ്, ഇടവകയിലെ കൂട്ടായ്മകളൊരു പ്രസ്ഥാനം, ഇടവകയിലെ സംഘടനകൾ പ്രസ്ഥാനം. നമ്മളൊക്കെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മുടെ വലിയ ഉത്തരവാദിത്വം നമ്മളെ പരമപിതാവിന്റെ പക്കല് അവരുടെ ജീവിതത്തില് നന്മകൾ എന്നും ഉണ്ടാകണം. പാപങ്ങള്, രോഗങ്ങള് ദൈവത്തിന് പ്രീതികരമായിട്ട് ജീവിക്കാനുള്ള. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളായിരിക്കുന്ന ഇടങ്ങളെ നമുക്ക് ചേർത്ത് പിടിക്കാം. നമുക്ക് ചുറ്റുമുള്ളവരെ വിദ്വേഷവും ഒക്കെ മാറ്റിവെച്ച് ഞാൻ മൂലമാനും കണ്ണീര് കണ്ണിൽ കണ്ണീർ പൊടിയരുതേ എന്നാഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥന മാത്രം അതുകൂടി ഒന്ന് ചേർത്ത് വെച്ചിട്ട്, എൻ്റെ സംസാരം മൂലം ആരും മുറിവേൽക്കാതിരിക്കട്ടെ, എൻ്റെ പെരുമാറ്റം മൂലം ആരും വേദനിക്കാതിരിക്കട്ടെ, ഒപ്പം ഈശോയെ അല്ലെങ്കിൽ പരമപിതാവായ ദൈവമേ ഇവരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ, അവരായിരിക്കുന്ന അവസ്ഥയിൽ ഉപരി നന്മകൾ കൊണ്ടവരെ നിറയ്ക്കണമേ എന്ന് ഹൃദയപരമാർത്ഥതയോടെ പ്രാർത്ഥിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.